മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. നേതാവും ചലച്ചിത്ര താരവുമായ നവനീത് റാണയുടെ റാലിയിൽ സംഘർഷമുണ്ടായി. തക്ബീർ മുഴക്കി ചിലർ കസേരകൾ വലിച്ചെറിഞ്ഞു എന്നാണ് ആരോപണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അമരാവതിയിലെ ഖല്ലാറിലാണ് സംഭവം. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതായിരുന്നു ചലച്ചിത്ര താരവും മുൻ എം.പിയുമായ നവനീത് റാണ. തെലുഗു സിനിമകളിലൂടെ ശ്രദ്ധേയയായ നവനീത് കൗർ റാണ മലയാളത്തിൽ മമ്മൂട്ടി ചിത്രം ലവ് ഇൻ സിംഗപ്പൂരിലും അഭിനയിച്ചിട്ടുണ്ട്. റാലിക്ക് നേരെ ചിലർ കസേര വലിച്ചെറിയുകയും ഭീഷണി മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ചെയ്തു. സംഭവം സംഘർഷത്തിൽ കലാശിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സംരക്ഷണം നൽകിയതിനാൽ താരം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഖല്ലാറിൽ സമാധാനപരമായി പ്രചരണം നടത്തുമ്പോഴാണ് ആക്രമണം നടന്നതെന്ന് നവനീത് വ്യക്തമാക്കി. പ്രസംഗത്തിനിടെ ചിലർ മോശം ആംഗ്യങ്ങൾ കാണിച്ചു. പിന്നീട് അല്ലാഹു അക്ബർ എന്ന് മുദ്രാവാക്യം പോലെ വിളിക്കാൻ തുടങ്ങി. പാർട്ടി അനുഭാവികൾ തടയാൻ ശ്രമിച്ചപ്പോൾ കസേര എറിയാൻ തുടങ്ങിയെന്നും താരം പറയുന്നു. तिथून मला वोटिंग करत होते आणि जेव्हा मी खाली आली भाषण संपवलं तरी मी काही रिॲक्ट नव्हता केला. पण माझे कार्यकर्त्यांना पाहून मला पाहून जोरात जोरात अल्लाहू अकबर करायला लागले आणि मग मारायला जेव्हा माझ्या लोकांनी आजूबाजूनी सगळ्यांनी सांगितलं देशमुखांनी. സംഘർഷത്തിനിടയിൽ തന്റെ നേരെ ഒരാൾ തുപ്പി. സെക്യൂരിറ്റി ജീവനക്കാരന്റെ യൂണിഫോമിലാണ് തുപ്പൽ വീണത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അമരാവതിയിലെ മുഴുവൻ ഹിന്ദുക്കളെയും അണിനിരത്തുമെന്ന് നവനീത് റാണ. ചില പാർട്ടി പ്രവർത്തകർക്കും സംഘർഷത്തിൽ പരിക്കേറ്റതായി പരാതിയുണ്ട്. സംഭവത്തിനു ശേഷം ഖല്ലാർ പോലീസ് സ്റ്റേഷനിൽ ബി.ജെ.പി. നേതാവ് പരാതി നൽകി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത പോലീസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. നടിയും രാഷ്ട്രീയ പ്രവർത്തകയുമായ നവനീത് റാണ 2019 മുതൽ 24 വരെ സ്വതന്ത്ര എം.പിയായി അമരാവതിയെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ചിരുന്നു. 2024 പൊതുതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. ടിക്കറ്റിൽ മത്സരിച്ചപ്പോൾ 20,000-ഓളം വോട്ടുകൾക്ക് കോൺഗ്രസിനോട് തോറ്റു. മഹാരാഷ്ട്രയിലെ ബഡ്നേര സീറ്റിൽ നിന്നുള്ള എം.എൽ.എ. ആയ രവി റാണയാണ് ഭർത്താവ്. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18.